ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് അല്ല. ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാലോ, ഫയർമാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം യൂണിഫോം പോസ്റ്റുകളെ കുറിച്ച് ഇത് എല്ലാവർക്കും ധാരണയുണ്ട്. എന്നാൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണെന്നുള്ളത് കഴിഞ്ഞ നോട്ടിഫിക്കേഷന്റെ സമയത്ത് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പല ആളുകൾക്കും ധാരണക്കുറവുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന്റെ ജോബ് പ്രൊഫൈൽ, അതേപോലെ തന്നെ സാലറി, അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പെക്ടർ ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇത് കൂടാതെ മെട്രോളജി എന്ന് പറയുന്ന വേർഡിൽ തന്നെയുണ്ട് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ. മെട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് മെഷർമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അതായത് മെഷർമെന്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് മെട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെട്രോളജിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. അതായത് മെഷർമെന്റിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു ഐറ്റം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ 1 കിലോഗ്രാം, അത് 1 കിലോഗ്രാം ആണ് എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് നമ്മൾ വാങ്ങുന്നത് അല്ലേ. എന്നാൽ അത് കൃത്യമായിട്ട് എൻഷുർ ചെയ്യേണ്ടത് ഈ ഒരു ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അവിടെയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ ഒരു പ്രാധാന്യം വരുന്നത്. അദ്ദേഹത്തിന്റെ കോർ ഡ്യൂട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യത്തേത് ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ആണ്. എന്തിൻ്റെയൊക്കെ? ചെക്കിംഗ് വെയിങ് മെഷീൻസ്. ഈ വെയിങ് മെഷീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ വെയിങ് മെഷീൻസ് എന്ന് പറയുന്നത് അത് കാലഹരണപ്പെട്ടു പോയിട്ടുള്ള, അതായത് പല സമയത്തായിട്ട് ഉപയോഗിച്ച് കേട് വരുന്നതുണ്ടാവും, കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടാവും. അതായത് പല ഷോപ്പിലും ഈ വെയിങ് മെഷീൻസ് ഒക്കെ ഒരുപാട് എറേഴ്സ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അക്യുറസി എൻഷുർ ചെയ്യണം. അതേപോലെ തന്നെ ഫ്യൂൽ പമ്പ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് അവിടെ മെഷീൻസിൽ എന്തെങ്കിലും എറേഴ്സ് കാരണം കസ്റ്റമേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഒരു അളവ് തൂക്കം കുറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ ടാക്സി മീറ്റേഴ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ഇൻസ്പെക്ഷനും വെരിഫിക്കേഷനും ഒക്കെ നടത്തേണ്ടത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറാണ്. വെരിഫൈങ് സ്റ്റാമ്പ്ഡ് വെയ്സ് ആൻഡ് മെഷേഴ്സ് യൂസ്ഡ് ഇൻ ഷോപ്സ്, ഫാക്ടറീസ്, മാർക്കറ്റ്സ്, ഇതെല്ലാം അവരുടെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. ഇനി എൻഫോഴ്സ്മെന്റ് ഓഫ് ലോസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലീഗൽ മെട്രോളജി ആക്ടുകളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതേപോലെ ബുക്കിംഗ് കേസസ് ഫോർ ഷോർട്ട് വെയിറ്റ്, ടാമ്പേർഡ് മീറ്റേഴ്സ്, അതായത് മീറ്റേഴ്സിലൊക്കെ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ ഫോൾസ് ഡിക്ലറേഷൻസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അതിൽ ഇടപെടുന്നുണ്ടാവും. ദെൻ പാക്കേജ്ഡ് ഗുഡ്സ് ഇൻസ്പെക്ഷൻ, എൻഷുറിങ് കറക്റ്റ് MRP എൻഷുർ കറക്റ്റ് MRP ആണെന്നുള്ള എൻഷുർ ചെയ്യുന്നത്. അതേപോലെ ക്വാണ്ടിറ്റി, ഡേറ്റ്, അതേപോലെ മാനുഫാക്ചർ ഡീറ്റെയിൽസ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അതേപോലെ ടേക്കിംഗ് സ്റ്റാമ്പ്സ് ഫോർ ടെസ്റ്റിംഗ്. ഇനി ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഫീൽഡിലും ഓഫീസ് വർക്കും വരുന്നതാണ്. ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റുകൾ, ഇൻസ്പെക്ഷൻസുകൾ, റെയ്ഡ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ പ്രിപ്പയറിംഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ് ഉണ്ടാക്കേണ്ടി വരും. പ്രോസിക്യൂഷൻ ഫയൽസ് ഉണ്ടാവും. അസിസ്റ്റിംഗ് കോർട്സ് ഇൻ ലീഗൽ കേസസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു കേരള പോലീസിൽ ഒരു സബ് ഇൻസ്പെക്ടറെ പോലെയോ അല്ലെങ്കിൽ അത്തരം എക്സൈസ് ഇൻസ്പെക്ടറെ പോലെയുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ ഇതിനെ കാണേണ്ട. കാരണം പോലീസ് ജോബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചൊക്കെ എന്താണ്, പ്രഷറുള്ള, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എഫക്റ്റ് ചെയ്യുന്ന ജോബാണ്. എന്നാൽ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും ഏറ്റവും കുറവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. മാത്രമല്ല ഇതിൽ ഒരിക്കലും നിങ്ങൾ ഒരു സാധാരണ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് പോലെ ഒരു എന്താ പറയുക, അൺസേർട്ടൺ ആയിട്ടുള്ള ടൈമിൽ വർക്ക് ചെയ്യേണ്ട. അപ്പോൾ 9 to 5 ആണെങ്കിൽ മോസ്റ്റ്ലി ആ ജോബ് ആ ടൈമിൽ തന്നെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ മാത്രമായിരിക്കും മറ്റേതെങ്കിലും വർക്ക്സ് ടൈമിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പബ്ലിക് ഇൻറ്ററാക്ഷന്, ഇവിടെ ഹാൻഡിലിംഗ് കൺസ്യൂമർ കംപ്ലയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, നമ്മളൊരു ഷോപ്പിൽ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട്, അല്ലെങ്കിൽ വെയിങ് മെഷീൻസിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാം. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാം. അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അവിടുന്ന് സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ദ ട്രേഡേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ്, അതായത് ഇങ്ങനൊരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഓരോ ഷോപ്പുകാരും അതേപോലെ തന്നെ പെട്രോൾ പമ്പുകാരും ഒക്കെ അവരുടെ ആ ഒരു മെഷർമെന്റിന്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. കാരണം ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിന്നീട് പ്രവർത്തിക്കാൻ പോലും അനുമതി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, അവരുടെ ജോബ് പ്രൊഫൈലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതായത് ഒരുപാട് പേര് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക്, ഈ പോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ബിടെക്കുകാർക്കും BSc ഫിസിക്സ് പഠിച്ച ആൾക്കാർക്കും, ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിപ്ലോമ ആണെങ്കിൽ മാത്രം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇത് ബിടെക്കാർക്കോ BScക്കാർക്കോ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ഡിപ്ലോമക്കാർക്ക് മാത്രമാണ്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് എത്താനുള്ള യോഗ്യത, നിങ്ങൾ ഏത് ബ്രാഞ്ച് ഓഫ് ബിടെക് ആണെങ്കിലും നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. കാരണം നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ BSc ഫിസിക്സ് പഠിച്ച ആൾക്കാർക്കും, ഫിസിക്സ് വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ഡിഗ്രി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഫീൽഡ് ഓറിയന്റഡ് ഉണ്ട്, അതോറിറ്റി ബേസ്ഡ് ഉണ്ട്, മിക്സ് ഓഫ് ടെക്നിക്കൽ പ്ലസ് ലീഗൽ വർക്ക്. ഇവിടുത്തെ വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ വർക്ക് നോക്കേണ്ടി വരും, അതേപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ളതും. മോഡറേറ്റ് വർക്ക് ലോഡ് കമ്പയർ ടു എഞ്ചിനീയറിംഗ് പോസ്റ്റ്, അതായത് അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ലോഡ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. ദെൻ ഫീൽഡ് ഓറിയന്റഡ് വർക്ക് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റിലും അതേപോലെ പെട്രോൾ സ്റ്റേഷൻസിലും ഇൻഡസ്ട്രീസിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വിസിറ്റ് ഉണ്ടാവും. ദെൻ റെഗുലർ ഓഫീസ് റിപ്പോർട്ടിങ്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസും കേസ് ഫയൽസും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഇൻട്രാക്ഷൻ വിത്ത് ട്രേഡേഴ്സ്, കൺസ്യൂമേഴ്സ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് കോഡ്സ് ഉണ്ടാവും. അതേപോലെ ക്യാൻ ഇൻവോൾവ് സർപ്രൈസ് ചെക്സ് ആൻഡ് സീഷ്യൂർസ് ഫോർ കമ്പൈലേഴ്സ് എന്നുള്ള രീതിയിൽ. ദെൻ സാലറി ആൻഡ് അലവൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 43,400 മുതൽ 91,200 എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു പേ സ്കെയിലോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ബേസിക് പേയോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിയർനെസ് അലവൻസ്, HR അതെല്ലാം ഇൻക്ലൂഡഡ് ആകുമ്പോൾ ഇൻ ഹാൻഡ് തന്നെ ഒരു 55 മുതൽ 65,000 ഉള്ളിലുള്ള ഒരു സാലറി ആയിരിക്കും വരുന്നാൻ പോകുന്നത്. ഇത് ഡിപ്പെൻസ് അപ്പോൺ ദ ലൊക്കേഷൻസ് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. എന്നിരുന്നാലും ഏറ്റവും മികച്ച സാലറിയോട് കൂടി തന്നെയാണ് ഈ ഒരു പവർഫുൾ ജോബിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു ഇൻസ്പെക്ടർ ജോബാണ്. ഇതിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, അതായത് സാധാരണ സബ് ഇൻസ്പെക്ടറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതേപോലെ ഫിസിക്കൽ ടെസ്റ്റുകൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള യാതൊന്നും വരുന്നില്ല. അപ്പം നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആദ്യം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോസ്റ്റിൽ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആയിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. അതിനുശേഷം സീനിയർ ഇൻസ്പെക്ടർ ആയിട്ട് മാറും. അതിനുശേഷം അസിസ്റ്റന്റ് കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി, അതിനുശേഷം ഡെപ്യൂട്ടി കൺട്രോളർ, അതിനുശേഷം അഡീഷണൽ ഓർ ജോയിന്റ് കൺട്രോളർ, പിന്നെ കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റൽ എക്സാംസും നിങ്ങളുടെ എക്സ്പീരിയൻസും വേക്കൻസീസിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു പ്രൊമോഷൻ സാധ്യതകൾ വരുന്നുണ്ടാവുക. ഡെഫിനറ്റ്ലി നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരം ഫോഴ്സുകൾ, അതായത് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. വൈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ ഈ പോസ്റ്റ് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ജോബ് സെക്യൂരിറ്റി, അതേപോലെ ഇതൊരു ഗവൺമെന്റ് അതോറിറ്റിയാണ്, അതേപോലെ വർക്ക് ലൈഫ് ബാലൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല വർക്ക് ലൈഫ് ബാലൻസ് തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഒരിക്കലും ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഒരുപക്ഷെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ജോലിയാണെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്പെഷ്യലായിട്ട് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള, അത്രയും എന്താ പറയുക, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് അത്രയും ജോലിയിലേക്കൊക്കെ പോവുക. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വർക്ക് ലൈഫ് ബാലൻസിന് യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല. ലെസ് പൊളിറ്റിക്കൽ പ്രഷർ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. പൊളിറ്റിക്കൽ പ്രഷർ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അത്യാവശ്യം മികച്ച സോഷ്യൽ റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്തുകൊണ്ടും എന്താണ് 2026 നിങ്ങൾക്ക് സ്വപ്നം കാണാവുന്ന ഏറ്റവും മികച്ച ജോലികൾ ഒന്ന് തന്നെയാണ്. ഇനി എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെപ്ത് ഉള്ള സിലബസ് ഒന്നുമില്ല. വളരെ സിൻസിയർ ആയിട്ട് ഒരു 6 മാസം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ടുകൾ, അത് ടെക്നിക്കലിലെ ഏത് എക്സാംസ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും അത് എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങളിലൂടെ ഒരു ചരിത്ര വിജയമാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റൈറ്റ് സ്ട്രാറ്റജിയും പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ 2026 എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ഇയർ ആയിട്ട് മാറും. അതേപോലെ ഏർലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് ടൈമിലേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോയരുത്. നിങ്ങൾ ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു എക്സാമിൽ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് മുഴുവൻ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും, എൻറ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ആയിരിക്കും നിങ്ങൾക്ക് മെന്റേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത്. അതേപോലെ ടെസ്റ്റ് സീരീസും ഡൗട്ട് ക്ലിയറൻസും ഒക്കെ ആയിട്ട് മോക്ക് ടെസ്റ്റുകളും എല്ലാം കടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജിനാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് വേണ്ടി നമ്മൾ
തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻട്രിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ന്യൂ ഇയർ ഓഫേഴ്സിന്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലേ. നിങ്ങളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും മികച്ച ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ ഒന്നാണ് ഈ വർഷം ഒരു സർക്കാർ ജോലി, അതും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായിട്ട് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻട്രിയോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും എൻട്രിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ.